ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അരിയുണ്ട. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മട്ടരി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പുഴുക്കലരി, നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. അത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിപ്പയിലിട്ട് ഇട്ടിട്ട് ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലുള്ള ബാക്കിയുള്ള ശർക്കരയും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ശർക്കര നാളികേരം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റും കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ ശർക്കരയും നാളികേരം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കരയിലും കുറച്ച് നാളികേരം ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ ഗോൾഡൻ കളർ ആവണത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഈ പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതുപോലെ എല്ലാനും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ അരി ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ച് പൊടി നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ടത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ നാളികേരത്തിൻ്റെ മിക്സിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടത് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് എല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ബോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പൊടിയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റായ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസമൊക്കെ ഇത് കേടുകൂടാണ്ടിരുന്നോളും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്